കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിൽ മുഴുകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാഴാഴ്ച രാത്രി 7:30 ആരംഭിച്ച ധ്യാനം 45 മണിക്കൂറോളം നീളുന്ന ഏകാന്ത ധ്യാനത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും നിറഞ്ഞു നിൽക്കുകയാണ്. വെള്ളിയാഴ്ച പൂർണ്ണമായും ധ്യാനത്തിലിരിക്കുന്ന മോദി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മടങ്ങും. ഹെലികോപ്റ്ററിൽ തമിഴ്നാട് ഗസ്റ്റ് ഹൗസിലെ ഹെലിപാഡിൽ വ്യാഴാഴ്ച വൈകിട്ട് 5:10 തിരുവനന്തപുരത്തു നിന്നും പ്രധാനമന്ത്രി എത്തിയത്. ഗസ്റ്റ് ഹൗസിൽ എത്തിയ ശേഷം ദർശനത്തിനു ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയി. കസവു നേരിയതണിഞ്ഞ് ഭഗവതിയെ വണങ്ങി പ്രസാദവും ഭഗവതിയുടെ വർണ്ണചിത്രവും സ്വീകരിച്ചു. ദീപാരാധന തൊഴുതു. ഒറ്റയ്ക്ക് പ്രദക്ഷിണം നടത്തി മോദി ക്ഷേത്രത്തിലെ കാലഭൈരവൻ, ഹനുമാൻ വിഗ്രഹങ്ങളെയും വണങ്ങി. തുടർന്ന് തമിഴ്നാട് പൂംപൂഹർ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ വിവേകാനന്ദൻ എന്ന ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക് തിരിച്ചു. ദേവി കന്യാകുമാരി തപസ്സു ചെയ്തെന്ന് വിശ്വസിക്കുന്ന ശ്രീപാദപാറയിലും തൊഴുതു. തുടർന്ന് പടികയറി സഭാഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. പ്രതിമയ്ക്ക് മുന്നിൽ വണങ്ങി. വിവേകാനന്ദ മണ്ഡപത്തിൽ നിന്ന് പുറത്തിറങ്ങി പ്രദക്ഷിണം വെക്കുകയും ചെയ്തു. തുടർഭരണം ഉണ്ടാകും എന്ന സന്തോഷത്തിലോ അതോ തുടർഭരണം നഷ്ടമാകും എന്ന ഉൾഭയത്തിൻ്റെയോ പേരിലാണോ മോദി കന്യാകുമാരിയിൽ ധ്യാനിച്ചിരിക്കുന്നത്? എന്നിരുന്നാലും മൗനപ്രചാരണ ദിവസങ്ങളിൽ എല്ലാ വാർത്താ ചാനലുകളും ഉറ്റുനോക്കുന്നത് മോദിയും മോദിയുടെ ധ്യാനവുമാണ്. 1892 സ്വാമി വിവേകാനന്ദ ധ്യാനമിരുന്ന അതേ പാറയിലാണ് മോദിയും ധ്യാനത്തിനിരിക്കുന്നത്. 2019 തിരഞ്ഞെടുപ്പിന് മോദി കേദാർനാഥിലെ ഗുഹയിൽ ധ്യാനത്തിലിരുന്നു. ഈ ധ്യാനത്തിലിരുന്നതിൻ്റെ ഫലമായാണ് താൻ വീണ്ടും ഭരണം നിലനിർത്തിയതെന്നായിരിക്കാം മോദിയുടെ വിശ്വാസം. ഈ ഒരു കാരണം കൊണ്ടാവാം മോദി വീണ്ടും ഏകാന്ത ധ്യാനത്തിനൊരുങ്ങിയത്. എന്നാൽ ഇത് ഒരു തന്ത്രമല്ലേ എന്ന ചോദ്യം പ്രതിപക്ഷം മുഴുവൻ ഉന്നയിക്കുന്നു. പരസ്യപ്രചാരണം കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റു പാർട്ടികൾ മൗനം പാലിക്കുന്ന സാഹചര്യത്തിലും മോദി ഈ ചെയ്യുന്നത് മാധ്യമശ്രദ്ധ കിട്ടാനാണെന്നുവരെ ആരോപണമുയർന്നിരുന്നു. നിശബ്ദ പ്രചാരണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മാധ്യമ തലക്കെട്ടുകളിൽ ശ്രദ്ധ നേടാനാണ് ഇങ്ങനെയൊരു പദ്ധതിയെന്നും ആരോപണമുയർന്നിരുന്നു. തുടർഭരണം കിട്ടില്ല എന്ന ഭയമാണോ ഇങ്ങനെയൊരു നിലപാടിലേക്ക് നയിച്ചതെന്നും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. മോദി ഭരണകാലത്ത് മോദി നടപ്പിലാക്കിയ ഭരണ നയങ്ങളും നിയമങ്ങളും ജനങ്ങളെ അനുകൂലമായാണോ പ്രതികൂലമായാണോ ബാധിച്ചത് എന്ന് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിലൂടെ മനസ്സിലാവും. മോദി സർക്കാർ നടപ്പിലാക്കിയ സ്വകാര്യവൽക്കരണം മുതൽ പൗരത്വ ഭേദഗതി വരെ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നു. ഇതിനെല്ലാം ഒരു മറുപടിയാകും ഇത്തവണത്തെ ജനവിധി. ഈ വർഷം 9ാം തവണയാണ് മോദി തമിഴ്നാട്ടിലെത്തുന്നത്. മോദിയുടെ വരവ് പ്രമാണിച്ച് ടൂറിസ്റ്റ് കേന്ദ്രമായ കന്യാകുമാരിയിൽ വൻ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സന്ദർശകർക്ക് പ്രവേശനമില്ല. 3000 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിപ്പിച്ചിട്ടുള്ളത്. കടലിൽ നേവി ഓഫീസറുടെയും തീരസംരക്ഷകരുടെയും പരിശോധനയുമുണ്ട്. 3 ദിവസത്തേക്ക് മത്സ്യബന്ധനത്തിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.